ചേർത്തല സംസ്കാരയും മാതൃഭൂമിയും സംയുക്തമായി സാഹിത്യ സംഗമവും സംവാദവും സംഘടിപ്പിച്ചു. മറ്റൊരു ഭാഗം ക്ലീഷേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. എന്താണ് ക്ലീഷേ? മലയാളത്തിൽ അങ്ങനെ പറയപ്പെട്ട കാര്യമുള്ളൂ, അരോചകം. എന്താ ക്ലീഷേ എന്ന് പറഞ്ഞാൽ? അരോചകമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് കേട്ട് തന്നെ വെച്ചു പോകും. ഒരു പാറപ്പുറം പോലെയാണ് കിടക്കുന്ന ആന എന്നൊരു സാഹിത്യം എഴുതി വെച്ചാൽ നമുക്ക് ഭാവനയാണ്. ഒരു പാറപ്പുറം പോലെ കിടക്കുന്ന ആന, ഒരു പാറപ്പുറം പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ അതൊരു ഭാവനയാണ്. അത് ആദ്യം പറയുന്ന ആൾ മാത്രമാണ് അതിന്റെ അധികാരം. പിന്നീട് അതിന്റെ പാപ്പാവകാശം അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ ഏതെങ്കിലും കൃതിയിൽ ആ കിടക്കുന്ന ആന പാറപ്പുറം കണ്ടപ്പോൾ കിടക്കുന്ന ആനയുടെ പുറമോ എന്ന് പറഞ്ഞാൽ അത് ക്ലീഷയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ക്ലീഷ ഇല്ലാതെ ഏതാണ് പദങ്ങൾ ലോകത്തിലുള്ളത്? നമ്മൾ അമ്മയെന്ന് വിളിച്ച് ഇങ്ങനെ ശീലിച്ചിരുന്നു. സാധാരണ അമ്മ നമ്മൾ ആരെങ്കിലും മാതാജി എന്നും പിതാജി എന്നും ഒക്കെ ഹിന്ദിയിലെ സീരിയലിൽ കാണിക്കുന്ന പോലെയാണ് പറയുമ്പോൾ, ഹിന്ദി സീരിയലിലൊക്കെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ പിതാജി മാതാജി എന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ അത് നമ്മളനുസരിച്ച് ജീവിതത്തിലില്ല. നമ്മൾ അമ്മ എന്നാണ് വിളിക്കുന്നത്. ഒരേ കാലഘട്ടത്തിൽ ഒരു അത്യുറ്റായ സാഹിത്യകാരൻ പറയാ ഈ അമ്മയെ എന്നുള്ള വിളി അത് ക്ലീഷയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അമ്മയുടെ വിളി അല്ലെങ്കിൽ ചേച്ചി എന്നുള്ള വിളി അല്ലെങ്കിൽ അണ്ണ എന്നുള്ള വിളി ഒരിക്കലും അത് ക്ലീഷയല്ല. അത് ഏറ്റവും വേണം. നിതാന്ത കാലത്ത് നിൽക്കുന്ന ഒരു വാക്കാണ്. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി വയലാർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കാര പ്രസിഡന്റ് ഗീത തുറവൂർ അധ്യക്ഷത വഹിച്ചു. കുമാരനാശാന്റെ കാവ്യലോകം എന്ന വിഷയത്തിൽ നടന്ന സാഹിത്യ സംവാദത്തിൽ TV ഹരികുമാർ കണിച്ചുകുളങ്ങര അവതാരകനായി. സംസ്കാര രക്ഷാധികാരി ബാലചന്ദ്രൻ പാണാവള്ളി, ജോസഫ് മാരാരിക്കുളം, ബേബി തോമസ്, KK ജഗദീശൻ, ശിവസദ, വി രമാദേവി എന്നിവർ പങ്കെടുത്തു. സംസ്കാര സെക്രട്ടറി വെട്ടയ്ക്കൽ മജീദ് സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു. കവിതയോടും കഥയോടും സാഹിത്യത്തോടുമുള്ള അഗൈതവുമായ ഒരു താല്പര്യം കൊണ്ടാണ് ഇവിടെ അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. അതിന് പ്രത്യേകം ഞാൻ എൻ്റെ സ്വാഗതം പറയുകയാണ്.